നിങ്ങളെപ്പോഴും മറ്റുള്ളവരുടെ മുൻപിൽ നിങ്ങളെ ന്യായീകരിച്ച് സംസാരിക്കേണ്ടതുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ സത്യസന്ധത അത് ആയിരിക്കേണ്ടത്രയും ഉണ്ടായിരിക്കുകയില്ല. എപ്പോഴും ന്യായീകരിക്കുകയും നീതീകരിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ആ സ്ഥിതി വളരെ മുഷിപ്പുണ്ടാക്കുന്ന ഒന്നാണ്. ജീവിതം എത്രയും രസകരമാക്കുവാൻ കഴിയുന്നത് ദൈവഹിതപ്രകാരം മുമ്പോട്ട് പോകുമ്പോഴാണ്. ദുഷ്ടതയെ വെറുക്കുകയും നീതിയെയും ന്യായത്തെയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ദൈവത്തെക്കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ചുമാണല്ലോ സദൃശ്യവാക്യങ്ങളുടെ പുസ്തകത്തിൽ നിന്ന് നമ്മൾ തുടർമാനമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവരാജ്യത്തിൻ്റെ പ്രജകളായി തീരുവാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയും ദൈവത്തെക്കുറിച്ചും ദൈവരാജ്യത്തിൻ്റെ വ്യവസ്ഥകളെക്കുറിച്ചും ബോധമുള്ളവരായിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കർത്താവായ യേശു പറഞ്ഞത്, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായിക കൊണ്ട് തെറ്റിപ്പോകുന്നുവെന്നാണ്. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിൽ. തുടർന്ന് ശ്രദ്ധിച്ചാട്ടെ, സദൃശ്യവാക്യങ്ങൾ 12-ാം അധ്യായം 12 മുതൽ 28 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത്. സദൃശവാക്യ പുസ്തകം 12-ാം അധ്യായം 11-ാം വാക്യം വരെ നാം ചിന്തിച്ചല്ലോ. ഇന്ന് 12-ാം വാക്യം മുതൽ പഠിക്കുവാൻ പോകുകയാണ്. ഞാനിന്ന് വായിക്കാം 12-ാം വാക്യം. ദുഷ്ടൻ ദോഷികളുടെ കവർച്ച ആഗ്രഹിക്കുന്നു, നീതിമാന്മാരുടെ വേരോ ഫലം നൽകുന്നു. ഊന്നൽ കൊടുത്ത് സംസാരിക്കേണ്ടതിനായി ഈ ഭാഗത്ത് ചില ആവർത്തനങ്ങൾ നാം കാണുന്നുണ്ട്. റെപ്പറ്റീഷൻ അല്ല, ആവർത്തനം തന്നെയാണല്ലോ ഏറ്റവും നല്ല അധ്യാപകൻ. പലരും അത് ആഗ്രഹിക്കുന്നില്ല എന്ന് മാത്രം. ഒരേ കാര്യം വീണ്ടും വീണ്ടും പറഞ്ഞെന്നാൽ കേൾക്കുന്നവർ എവിടെ മറക്കാനാണ്? ആവർത്തനം എപ്പോഴും നല്ലതാണ്. 13-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അധരങ്ങളുടെ ലംഘനത്തിൽ വല്ലാത്ത കെണിയുണ്ട്, നീതിമാനോ കഷ്ടത്തിൽ നിന്ന് ഒഴിഞ്ഞു പോരും. അധരത്തെക്കുറിച്ച് എത്ര പ്രാവശ്യം ഇതിനോടകം പറഞ്ഞിരിക്കുന്നു. ഒരു മനുഷ്യനെ വലയ്ക്കാവുന്ന കെണിയാകുന്നു വാക്കുകൾ. പറയരുതാത്ത വാക്കുകൾ പറഞ്ഞു പോയതിനാൽ എത്രയെത്ര ആളുകൾ ദുഃഖിക്കുന്നു. പറയുന്നത് വരെ അത് നമ്മുടേതാണ്, പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് നമുക്കുള്ളതല്ല, അത് വേറൊരുത്തൻ്റേതായി കഴിഞ്ഞു. ആർക്കും ഏത് സമയത്തും അതെടുത്ത് ഉദ്ധരിക്കാം. താങ്കളെ ശരിക്കും വെട്ടിലാക്കുവാൻ കഴിയും അങ്ങനെയുള്ള വാക്കുകൾ കൊണ്ട്. അതുകൊണ്ട് വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കുന്നവൻ ബുദ്ധിമാനാകുന്നു, ജ്ഞാനിയാകുന്നു. ഇതുപോലുള്ള സാഹചര്യത്തിൽ നീതിമാനോ ഒഴിഞ്ഞു പോരും എന്നാണ് ശലോമോൻ പറയുന്നത്. അതെ, വാക്കുകൾ കൊണ്ട് കെണിയിൽ വീഴാവുന്ന സാഹചര്യത്തിൽ നിന്നും നീതിമാൻ ഒഴിഞ്ഞു പോരും. 14-ാം വാക്യം നോക്കിക്കാട്ടെ. തൻ്റെ വായുടെ ഫലത്താൽ മനുഷ്യൻ നന്മ അനുഭവിച്ച് തൃപ്തനാകും, തൻ്റെ കൈകളുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം അവന് കിട്ടും. 15-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഭോഷന് തൻ്റെ വഴി ചൊവ്വായി തോന്നുന്നു, ജ്ഞാനിയോ ആലോചന കേട്ടനുസരിക്കുന്നു. ഇത് വളരെ അർത്ഥവത്തായിട്ടുള്ള ഒന്നാണല്ലേ? മറ്റുള്ള വാക്യങ്ങൾ അർത്ഥവത്തല്ല എന്ന ഒരു ധ്വനിയല്ല ഞാൻ പറഞ്ഞു വരുന്നത്. കുറെ കൂടി പ്രായോഗികമായി നാം ദൈനംദിന ജീവിതത്തിൽ കാണുന്ന കാര്യങ്ങളാകുന്നു എന്ന ചിന്തയാണ്. ഇവിടെ നാം വായിച്ചത്, ഭോഷന് തൻ്റെ വഴി ചൊവ്വായി തോന്നുന്നു, ജ്ഞാനിയോ ആലോചന കേട്ടനുസരിക്കുന്നു എന്നാണ്. ചില ആളുകളോട് എത്ര നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താലും അവരുടെ തെറ്റുകളെ തിരുത്തിയാലും അവർ ശ്രദ്ധിക്കില്ല. അവർ പറയുന്നത്, ഞാൻ ചെയ്യുന്നതാണ് ശരി, ഇത് മാത്രമാണ് ശരി എന്നത്രേ. എന്നാൽ വളരെയധികം അറിയാവുന്ന വ്യക്തിയെങ്കിലും വേറൊരാൾ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുമ്പോൾ അത് പെട്ടെന്ന് നല്ല കാര്യമാണല്ലോ, ഞാൻ അതേക്കുറിച്ച് ഇതുവരെ ചിന്തിച്ചിരുന്നില്ല, നല്ലൊരാലോചന എന്ന് പറഞ്ഞെടുക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പലപ്പോഴും ഭോഷനാണ് താൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴി ചൊവ്വായി തോന്നുന്നത്,
തനിക്ക് തിരുത്തലിൻ്റെ യാതൊരു ആവശ്യവുമില്ല എന്ന് ചിന്തിക്കുന്നത് ഒരു ബുദ്ധികെട്ടവനാണ്. വാസ്തവത്തിൽ ഈ 15-ാം വാക്യം ആരെ ആയിരിക്കും സൂചിപ്പിക്കുന്നതെന്ന് മനസ്സിലായോ? ഇത് തീർച്ചയായും ശലോമോൻ്റെ മകൻ രെഹബിയാമിനെ കുറിക്കുന്നതാണ്. ശലോമോൻ്റെ മകനായ രെഹബയാം തൻ്റെ രാജ്യത്തെ പ്രായമുള്ളവരുടെ ആലോചനയെ നിരസിച്ചു കളഞ്ഞു. ആയത് അവൻ്റെ തകർച്ചയ്ക്കും രാജ്യത്ത് ആഭ്യന്തര യുദ്ധത്തിനും വഴിതെളിച്ചു. ഒരു ഭോഷനെ തിരുത്തുവാൻ ശ്രമിച്ചു നോക്കിക്കേ. അതിന് ശ്രമിക്കുന്നവർ സ്വയം തിരുത്തുകയല്ലാതെ അവൻ തിരുത്തപ്പെടുകയില്ല. മറ്റുള്ളവരുടെ നല്ല ഉപദേശങ്ങൾ കേട്ടനുസരിക്കുന്നത് എത്ര അനുഗ്രഹമാകുന്നു എന്നറിയാമോ? 16-ാം വാക്യം, ഭോഷൻ്റെ നീരസം തൽക്ഷണം വെളിപ്പെടുന്നു, വിവേകമുള്ളവനോ ലജ്ജ അടക്കി വയ്ക്കുന്നു. ആരെങ്കിലും താങ്കളെ അധിക്ഷേപിക്കുകയോ മുഷിപ്പിക്കുകയോ ചെയ്യുമ്പോൾ എതിർക്കുന്നത് സ്വാഭാവികമാണ്. എന്നാൽ അങ്ങനെ എതിർക്കുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവും പരിഹരിക്കപ്പെടുന്നില്ല എന്ന കാര്യം നാം ഓർക്കണം. മറിച്ച് കൂടുതൽ പ്രശ്നങ്ങൾക്കത് വഴിതെളിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ശാന്തമായി മറുപടി പറയുവാൻ ശ്രദ്ധിക്കുക. താങ്കളുടെ ശരിയായ പ്രതികരണം ശരിയായ ഫലം നൽകിത്തരും. സദൃശവാക്യങ്ങൾ 15-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പറയുന്നത് മൃദുവായ ഉത്തരം ക്രോധത്തെ ശമിപ്പിക്കുന്നു എന്നത്രേ. 12-ാം അധ്യായത്തിലേക്ക് വരാം. അതിൻ്റെ 17-ഉം 18-ഉം വാക്യങ്ങൾ നോക്കിക്കാട്ടെ. സത്യം പറയുന്നവൻ നീതി അറിയിക്കുന്നു, കള്ളസാക്ഷിയോ വഞ്ചന അറിയിക്കുന്നു. വാളുകൊണ്ട് കുത്തും പോലെ മൂർച്ചയായി സംസാരിക്കുന്നവരുണ്ട്, ജ്ഞാനികളുടെ നാവോ സുഖപ്രദം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ സഭാ ശുശ്രൂഷകൻ പ്രസംഗിക്കുന്നത് സത്യമാകുന്നെങ്കിൽ താങ്കളുടെ ഹൃദയത്തിലൂടെ അയാൾ വാൾ കടത്തുന്നു. അതെ, അങ്ങനെ വാൾ കടത്തുന്ന അനേകം രംഗങ്ങൾ ഉണ്ടായി എന്ന് വന്നേക്കാം. അത് അംഗീകരിക്കുവാൻ നിങ്ങൾ തയ്യാറല്ലാത്ത പക്ഷം കപടഭക്തൻ എല്ലായ്പ്പോഴും വെറുപ്പും കയ്പും മൂടി വെക്കുന്നവനാണ് എന്ന് മറക്കരുത്. ഈ കാരണത്താലാണ് തൻ്റെ സഭാ ശുശ്രൂഷകനെ നിശിതമായി വിമർശിക്കുന്നവരെ ഞാൻ എല്ലായ്പ്പോഴും ഭയപ്പെടുന്നത്. അതായത് അയാൾ ശുശ്രൂഷകനെ കാണുമ്പോൾ നല്ല ഒന്നാന്തരം തേനൂറുന്ന വാക്കുകൾ ഉച്ചരിക്കും, എന്നാൽ പിമ്പിലൂടെ കത്തി കയറ്റുവാൻ ഒരു മടിയുമില്ല താനും. 19-ാം വാക്യത്തിൽ നാം കാണുന്നത്, സത്യം പറയുന്ന അധരം എന്നേക്കും നിലനിൽക്കും, വ്യാജം പറയുന്ന നാവോ മാത്ര നേരത്തേക്കേ ഉള്ളൂ. ദോഷം നിരൂപിക്കുന്നവരുടെ ഹൃദയത്തിൽ ചതിവുണ്ട്, സമാധാനം ആലോചിക്കുന്നവർക്കോ സന്തോഷമുണ്ട്. നീതിമാൻ ഒരു തിന്മയും ഭവിക്കയില്ല, ദുഷ്ടന്മാരോ അനർത്ഥം കൊണ്ട് നിറയും. ഈ വാക്യങ്ങളെല്ലാം നാവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ശ്രദ്ധിച്ചോ? വ്യാജം പറയുന്ന നാവ്, സത്യം പറയുന്ന അധരം, അവയെ വ്യത്യാസമായി പറഞ്ഞിരിക്കുന്നു. ബൈബിളിൽ മദ്യപാനത്തിനെതിരായി പറഞ്ഞിട്ടുള്ളതിനേക്കാൾ വളരെ കൂടുതൽ നാവിൻ്റെ ദുരുപയോഗത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും വ്യാജം പറയുന്ന അഥവാ ഏഷണി പറയുന്ന നാവ് യാതൊരു കുഴപ്പവുമില്ലാതെ നമ്മുടെ സഭകളിൽ കഴിഞ്ഞുകൂടുന്നു. ഒരു മദ്യപനെ അല്ലെങ്കിൽ ഒരു വ്യഭിചാരിയെ നാം വെച്ചു പൊറുപ്പിക്കുകയില്ല. മദ്യപിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്, എന്നാൽ രണ്ടും ഒരുപോലെ ഗൗരവമായി കാണണം എന്ന് മാത്രം. അങ്ങനെ പാപത്തെ കാണുമ്പോൾ മാത്രമേ നമുക്ക് വിശുദ്ധ ജീവിതത്തിൽ വളരുവാൻ സാധിക്കൂ. യാതൊരു പാപത്തെയും ലാഘവ ബുദ്ധിയോടെ കാണരുത്. 21-ാം വാക്യം വായിച്ചിട്ട് എന്തു തോന്നുന്നു? നീതിമാൻ ഒരു തിന്മയും ഭവിക്കയില്ലേ? ലോകം തിന്മ എന്ന് ചിന്തിക്കുന്ന ചിലതൊക്കെ വന്നെന്നിരിക്കും. എന്നാൽ നീതിമാൻ്റെ ജീവിതത്തിൽ ദൈവം സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു. പ്രശ്നങ്ങൾ വന്നാൽ പോലും അവയെ സാധ്യതകളായി കണ്ടു മുന്നേറുവാൻ ഒരു ഭക്തന് സാധിക്കും. എന്നാൽ ദൈവിക ജ്ഞാനമില്ലാത്തതിനാൽ ദുഷ്ടൻ പ്രതിസന്ധികളുടെ മധ്യത്തിൽ തളർന്നു പോകുന്നു. ഇത് വളരെ വാസ്തവമായ പ്രസ്താവനകളാണ്. 22-ാം വാക്യത്തിൽ നാം കാണുന്നത്, വ്യാജമുള്ള അധരങ്ങൾ യഹോവയ്ക്ക് വെറുപ്പ്, സത്യം പ്രവർത്തിക്കുന്നവരോ അവന് പ്രസാദം. ദൈവം ഒരു ദൈവ പൈതലിൽ എടുത്തു കാണുവാൻ ആഗ്രഹിക്കുന്ന സ്വഭാവ സവിശേഷത അവൻ്റെ സത്യസന്ധതയാകുന്നു. ലോകവും വാസ്തവത്തിൽ അതത്രേ നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. 23-ാം വാക്യം, വിവേകമുള്ള മനുഷ്യൻ പരിജ്ഞാനം അടക്കി വയ്ക്കുന്നു, ഭോഷന്മാരുടെ ഹൃദയമോ ഭോഷത്വം പ്രസിദ്ധമാക്കുന്നു. മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുന്ന കാര്യം
വിവേകമുള്ള ഒരു മനുഷ്യൻ പറയുകയില്ല. എന്ന് പറഞ്ഞാൽ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുന്നവർ വിവേകമില്ലാത്തവനാണ്, വിവേകമില്ലാത്തവളാണ്. ആൾക്കൂട്ടത്തിൽ നിന്നും മറ്റൊരു വ്യക്തിയുടെ മേൽ വാക്കുകളാൽ ചെളിവാരി എറിയുന്ന വിഡ്ഢികളെ നിങ്ങൾ കണ്ടിരിക്കും. പ്രത്യേകിച്ചും അവിടെ ഇല്ലാത്ത ആരെങ്കിലും കുറിച്ചായിരിക്കും അവർ പറയുന്നത്. നേരിട്ട് പറയാൻ അവർക്ക് ധൈര്യമില്ല. വിവേകമുള്ളവൻ അങ്ങനെ പറയുകയില്ല. എന്നാൽ മൂഢൻ്റെ ഹൃദയം അങ്ങനെ പറയൂ. ചുരുക്കത്തിലൊരു മൂഢൻ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നവനാണ്. 24-ാം വാക്യത്തിൽ ഉത്സാഹികളുടെ കൈ അധികാരം നടത്തും, മടിയനോ ഊഴിയ വേലയ്ക്ക് പോകേണ്ടി വരും. നമ്മുടെ ഈ കാലത്ത് ഇത് അല്പം തിരിഞ്ഞുപോയി എന്നാണ് ഞാൻ കരുതുന്നത്. ഉത്സാഹിയല്ല പലപ്പോഴും അധികാരം നടത്തുവാൻ, ഭരണം നടത്തുവാൻ തിരഞ്ഞെടുക്കപ്പെടാറുള്ളത്. ഭരണതലത്തിലിരിക്കുന്നവർ എത്രമാത്രം ഉത്സാഹികളാണെന്ന് കാണുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. സദൃശവാക്യങ്ങൾ പഠിക്കുമ്പോൾ നാം ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം, ഇവയിൽ പല വാക്യങ്ങളും നിത്യതയുടെ വെളിച്ചത്തിൽ വേണം നാം കാണേണ്ടത്. പ്രത്യേകിച്ച് ഇപ്പോൾ നാം വായിച്ച ഈ 24-ാം വാക്യത്തിൻ്റെ അളവുകോൽ നിത്യതയാണ്. നിത്യത, അല്ലാതെ അപ്പോഴത്തെ സാഹചര്യമല്ല. ഒരു ദിവസം നാം ക്രിസ്തുവിനോടുകൂടെ ഭരിക്കപ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നാൽ എല്ലാ വിശ്വാസികളും ഒരുപോലെ ഭരിക്കും എന്ന് തിരുവചനം പറയുന്നില്ല. സ്ഥാനങ്ങൾക്ക് വ്യത്യാസമുണ്ടാകും. ഞാൻ അപ്പോസ്തലന്മാർക്കും രക്തസാക്ഷികൾക്കും ഒപ്പമിരുന്ന് ഭരിക്കേണ്ടി വന്നാൽ തീർച്ചയായും അതെനിക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കും, ഇല്ലേ? ആ സ്ഥാനം എനിക്ക് ലഭിക്കില്ല. എന്നാൽ ഉത്സാഹികൾ ക്രിസ്തുവിനോടൊപ്പം ഭരിക്കേണ്ടതുണ്ട്. 25-ാം വാക്യത്തിൽ നാം കാണുന്നത്, മനോവ്യസനം ഹേതുവായി മനുഷ്യൻ്റെ മനസ്സിടിയുന്നു, ഒരു നല്ല വാക്കോ അതിനെ സന്തോഷിപ്പിക്കുന്നു. ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാരോട് പറഞ്ഞത് നേരുള്ള വാക്കുകൾക്ക് എത്ര ബലം എന്നത്രേ. ഇയ്യോബിൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യത്തിൽ നാം അത് വായിക്കുന്നു. അതെ, ദുഃഖിച്ചിരിക്കുന്നവർക്ക്, പ്രതിസന്ധിയിലായിരിക്കുന്ന ആളുകൾക്ക്, ആത്മാവിൽ കയ്പായിരിക്കുന്നവർക്ക് ആശ്വാസവും സന്തോഷവും പ്രോത്സാഹനവും ഒക്കെ നൽകുവാൻ ഉതകുന്നതാണ് ശരിയായ വാക്കുകൾ. പ്രശ്നത്തിലായിരിക്കുന്ന ഒരു വ്യക്തിയെ നാം ഒരിക്കലും അവഗണിക്കരുത്. കഷ്ടത്തിലായിരിക്കുന്ന ഒരു വ്യക്തിയെ നാം തള്ളിക്കളയരുത്. അങ്ങനെയുള്ളവർക്ക് നാം നല്ല വാക്ക് നൽകി പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. ഇത് ഇന്ന് അനേകരും മറന്നു പോകുന്നതാണ് നാം സാധാരണ കാണുന്നത്. മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതും എത്ര നല്ല സ്വഭാവമാകുന്നു എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. പക്ഷേ പലപ്പോഴും അത് സംഭവിക്കുന്നില്ല എന്ന് മാത്രമല്ലേ. 26-ാം വാക്യത്തിൽ നാം കാണുന്നു, നീതിമാൻ കൂട്ടുകാരന് വഴികാട്ടിയാകുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ അവരെ തെറ്റി നടക്കുമാറാക്കുന്നു. നീതിമാൻ തൻ്റെ കൂട്ടുകാരനെ തേടി ചെല്ലുന്നു. ഇത് അങ്ങനെ തർജ്ജിമ ചെയ്താൽ എത്ര വ്യക്തമായിരിക്കും അല്ലേ? നീതിമാൻ തൻ്റെ അയൽക്കാരനെ സഹായിപ്പാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ നിയമനിഷേധി, ദുഷ്ടൻ തൻ്റെ അയൽക്കാരനെ മുറിപ്പെടുത്തുന്നവനാണ്. അതിനാണ് അവൻ ശ്രമിക്കുന്നത്. അത് അവന് സന്തോഷം നൽകുന്ന സംഗതിയാണ്, ഒരു പ്രത്യേക രസം, ഒരു സുഖം. നീതിമാൻ തൻ്റെ അയൽക്കാരനോട് സംസാരിക്കുവാൻ ശ്രമിക്കുകയും അവൻ തെറ്റാകുന്നു എന്ന് കണ്ടാൽ അവനെ തിരുത്തുകയും ചെയ്യും. അവനെ ചെയ്യാവുന്നതിലേക്കും വലിയ സഹായം അതാണ്. അങ്ങനെ ചെയ്യാത്തവർ വാസ്തവത്തിൽ കൂട്ടുകാരനെ നശിപ്പിക്കുകയാണ്. ദാവീദിനുണ്ടായിരുന്ന സ്നേഹിതരിൽ ഏറ്റവും നല്ല സ്നേഹിതൻ നാഥാൻ പ്രവാചകനായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. യോനാഥാനെക്കാട്ടിലും നല്ല സ്നേഹിതൻ. എന്നിട്ടും ദാവീദിൻ്റെ നേരെ വിരൽ ചൂണ്ടി ആ മനുഷ്യൻ നീ ആകുന്നു എന്ന് പറയുവാനുള്ള ധൈര്യം ഉണ്ടായിരുന്നത് നാഥാൻ പ്രവാചകന് മാത്രമായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ നേരെയാക്കേണ്ട കാര്യങ്ങളുള്ളപ്പോൾ സ്നേഹത്തോടെ നമ്മെ ശാസിക്കുകയും നമ്മെ തിരുത്തുകയും ചെയ്യുന്ന ഒരു നല്ല സ്നേഹിതനുള്ളത് എത്ര വലിയ അനുഗ്രഹമാകുന്നു എന്നറിയാമോ? അങ്ങനെ ഒരാളെ കണ്ടുപിടിക്കുന്നത് വളരെയേറെ പ്രയോജനം ചെയ്യും. അതുപോലുള്ള 2 സ്നേഹിതന്മാർ എനിക്കുണ്ടായിരുന്നു. അതിൽ ഒരു സ്നേഹിതൻ മരിച്ചുപോയി. അദ്ദേഹം എന്നെ സഹായിച്ചിട്ടുള്ളതിന്, അദ്ദേഹം എന്നെ തിരുത്തിയിട്ടുള്ളതിന് കണക്കില്ല. അത്ര ബാലിശമായിരുന്നു, അത്ര പക്വതയില്ലാതെ ആയിരുന്നു ഞാൻ പണ്ടൊക്കെ ആയിരുന്നത്. അന്നൊക്കെ എനിക്ക് പലപ്പോഴും മുഷിപ്പ് തോന്നിയിട്ടുണ്ട്. ശാസിക്കുമ്പോഴും സ്നേഹം നിറഞ്ഞു നിന്നിരുന്ന ആ വ്യക്തി, അദ്ദേഹം ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്നു. മറ്റൊരു വ്യക്തി ഇന്നുമുണ്ട്. ആ എന്നെ തിരുത്തുന്ന, എന്നെ ശാസിക്കുന്ന ഒരു വ്യക്തി.
അങ്ങനെയുള്ളവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു നല്ല സഭാശുശ്രൂഷകൻ തൻ്റെ ജനങ്ങളോട് ചെയ്യേണ്ടതും ഇതുതന്നെയാണ്. അങ്ങനെ ഒരു ശുശ്രൂഷകനുള്ള സഭ എത്ര അനുഗ്രഹിക്കപ്പെട്ടതാണ് എന്നറിയാമോ? വീടുകളിൽ പോയിരുന്ന് കാപ്പിയും കുടിച്ച് പരിപ്പുവടയും തിന്ന് എന്തെങ്കിലുമൊക്കെ വാചകമടിച്ച് തിരിച്ചു പോരുകയല്ല. പിന്നെയോ അവരുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കുവാനും അവരെ തിരുത്തേണ്ട സ്ഥാനങ്ങളിൽ തിരുത്തുവാനും അവരെ പ്രോത്സാഹിപ്പിക്കേണ്ട സ്ഥാനങ്ങളിൽ പ്രോത്സാഹിപ്പിക്കുവാനുമൊക്കെ കഴിയുന്ന ശുശ്രൂഷ, അതാണ് ആവശ്യം. പലപ്പോഴും പലരും ജീവിതത്തിൽ അവർ അനുഭവിക്കുന്നതായിട്ടുള്ള പ്രതിസന്ധികളുടെ പ്രധാന കാരണം അവരുടെ ജീവിതത്തിലെ തെറ്റുകളാണ്. ആ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കില്ല, മറിച്ച് പറയും ദൈവം എല്ലാം ഇപ്പോൾ തന്നെ അങ്ങ് നേരെയാക്കി തരും, നമുക്ക് ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ മതിയെന്ന്. ആ തെറ്റ് തിരുത്തിയാൽ ദൈവം നിങ്ങളെ നേരായ പാതയിൽ കൊണ്ടുവരും, നിങ്ങളെ അനുഗ്രഹിക്കും, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകുമെന്ന് പറയുവാൻ അങ്ങനെയുള്ളവർക്ക് സാധിക്കില്ല. അങ്ങനെ പറഞ്ഞാൽ കേൾക്കുന്നവർക്ക് ഇഷ്ടമായില്ലെങ്കിലോ എന്ന ചിന്തയാണ്. ആളുകളെ മനസ്സിലാക്കുവാനും പ്രോത്സാഹിപ്പിക്കുവാനും ആശ്വസിപ്പിക്കുവാനും തിരുത്തുവാനുമൊക്കെയുള്ള മനോഭാവം, ശരിയായ വാക്കുകൾ എത്ര ശക്തമാകുന്നു. നീതിമാൻ കൂട്ടുകാരന് വഴികാട്ടിയാകുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ അവരെ തെറ്റി നടക്കുമാറാക്കുന്നു. അവൻ പോയി ഈ പറഞ്ഞവരെ കാണുമ്പോൾ അവരുടെ പുറത്ത് തട്ടി അഭിനന്ദിക്കുകയും മുഖസ്തുതി പറയുകയും ഒക്കെ ചെയ്യുന്നു. എന്നാൽ ഈ പറഞ്ഞ വ്യക്തി പുറംതിരിയുമ്പോൾ അയാളെ ക്രൂശിക്കുന്നു. ഈ സദൃശവാക്യങ്ങൾ എത്ര വ്യക്തമായി നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ കാര്യങ്ങളിൽ ഇടപെടുന്നു എന്നോർക്കണം. എത്ര വാസ്തവമായ കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. 27-ാം വാക്യം, മടിയൻ ഒന്നും വേട്ടയാടി പിടിക്കുന്നില്ല, ഉത്സാഹമോ മനുഷ്യന് വിലയേറിയ സമ്പത്താകുന്നു. ഇത് ഫലിതം പോലെ തോന്നുന്നല്ലേ? ഈ വ്യക്തി പോയി ഒരു മാനിനെ വെടിവെച്ചു. അത് വെടിവെക്കാനായിട്ട് നമ്മുടെ രാജ്യത്ത് അനുവാദമില്ല കേട്ടോ, ഞാനങ്ങ് സൂചിപ്പിച്ചെന്ന് മാത്രം. അപ്പോൾ അങ്ങനെ ഒന്നിനെ വെടിവെച്ചെന്നിരിക്കട്ടെ, സംഗതി അവൻ്റെ മുൻപിൽ പിടഞ്ഞു വീണ് ചത്തു. എന്നാൽ അതിൻ്റെ തോലുരിച്ച് മാംസം വെട്ടിയെടുത്ത് അത് പാകം ചെയ്ത് കഴിക്കുവാൻ അവന് മടിയാണ്. അങ്ങനെ ഒരു വ്യക്തി തീർച്ചയായും കുഴിമടിയനായിരിക്കണം അല്ലേ? അവൻ വേട്ടയാടുകയില്ലല്ലോ, മീൻ പിടിക്കും, എന്നാൽ അത് വൃത്തിയാക്കി കറി വെച്ച് കൂട്ടില്ല എന്നതുപോലുണ്ട്. വളരെ വിചിത്രമായ മടി. ഇന്ന് അനേകർക്കുമുള്ള മടി ഈ പറഞ്ഞതുപോലെയാണ്. ഉത്സാഹമോ മനുഷ്യന് വിലയേറിയ സമ്പത്താകുന്നു എന്ന് ശലോമോൻ പറയുന്നു. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ അവനുള്ള കാര്യത്തെ സൂക്ഷ്മതയോടെ കാത്തു സൂക്ഷിക്കുന്നു. ഉത്സാഹമില്ലാത്തവൻ എന്ത് നേടുമെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്? അവനൊന്നും നേടുവാൻ സാധിക്കില്ല, അവൻ ഉള്ളതും കൂടി നശിപ്പിക്കും. അതേ സുഹൃത്തെ, താങ്കൾ കൂടുതൽ ഉത്സാഹിയായിരുന്നെങ്കിൽ മാത്രമേ ജീവിതം അർത്ഥവത്താകൂ. രൂത്ത് കാലാ പെറുക്കുവാൻ ബോവസിൻ്റെ വയലിൽ പോവുകയും ബോവസ് അവളോട് ഔദാര്യം കാണിക്കുകയും ചെയ്തപ്പോൾ അവൾക്ക് നല്ല ഒരളവ് ലഭിച്ചു. പിന്നീട് അവൾ തനിക്ക് കിട്ടിയ ധാന്യം മെതിച്ചു. അവൾക്ക് വേണമായിരുന്നെങ്കിൽ ഇന്നത്തെ പല മരുമക്കളും ചെയ്യുന്നത് പോലെ തനിക്ക് കിട്ടിയതൊക്കെ കൊണ്ടുവന്നിട്ട് നവോമിയുടെ മുമ്പിലോട്ട് ഇട്ടിട്ട്, ദേ കിടക്കുന്നു, ഞാൻ പകൽ മുഴുവൻ പണിയായിരുന്നു, വേണമെങ്കിൽ ഉണ്ടാക്കി കഴിക്ക്, വേണമെങ്കിൽ മെതിക്ക് എന്ന് പറയാമായിരുന്നു. എന്നാൽ അവൾ അങ്ങനെ ചെയ്തില്ല. അവൾ തന്നെ അത് മെതിച്ചു കൊണ്ടുവന്നു. അത് വെളിപ്പെടുത്തുന്നത് അവളുടെ ഉള്ളിലുണ്ടായിരുന്ന സ്വഭാവത്തെയാണ്. അവൾ ഉത്സാഹിയായ സ്ത്രീയായിരുന്നു, മുഷിയാതെ പ്രവർത്തിക്കുന്ന സ്ത്രീ. എന്നെ ശ്രദ്ധിക്കുന്ന പുരുഷന്മാരോട് എനിക്ക് പറയുവാനുള്ളത്, നിങ്ങൾ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുത്താൽ, അതായത് ഭാര്യയെ സഹായിച്ചാൽ, അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്താൽ ആകാശം ഇടിഞ്ഞു വീഴുകയൊന്നുമില്ല. അതേതോ താണ പണിയാകുന്നു എന്ന് ചിന്തിക്കുന്നവരാണ് മലയാളികളിൽ ഏറിയ പങ്കും. ഞാൻ അങ്ങനെ സഹായിക്കുമോ എന്നായിരിക്കും പലരുടെയും സംശയം. അതെൻ്റെ ഭാര്യയോട് ചോദിച്ചാൽ പറയും. ഞാനിങ്ങനെ പറഞ്ഞോട്ടെ എന്ന് ഞാൻ പ്രസംഗിക്കുന്നതിന് മുമ്പേ ചോദിച്ചപ്പോൾ അതിന് അവർ സമ്മതിക്കുകയും കൂടെ ചെയ്തു. അപ്പോൾ ഞാൻ സഹായിക്കുമെന്നാണല്ലോ അതിൻ്റെ അർത്ഥം. നാം എവിടെ ആയിരുന്നാലും ഉത്സാഹികളായിരിക്കേണ്ടതുണ്ട്. ഏത് വേലയും ചെയ്യുന്നതിൽ മടി കാണിക്കരുത്. ഉത്സാഹമുള്ളവരെയാണ് ദൈവം സ്നേഹിക്കുന്നത്. സമൃദ്ധിയുടെ ദേശത്ത് പാർക്കുന്ന അനേകർക്കും പാഴാക്കുക, വേസ്റ്റാക്കി കളയുക എന്നത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറിയിരിക്കുകയാണ്. ഭക്ഷണം പാഴാക്കി കളയുക, തുണികൾ പാഴാക്കി കളയുക,
ഒന്നിൻ്റെയും മുഴുവൻ പ്രയോജനം എടുക്കാതെ കളയുക, ഈ കറൻറ്റും വെള്ളവും മറ്റ് ഇന്ധനവുമൊക്കെ പാഴാക്കുന്നത് എത്ര വലിയ കുറ്റമാകുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ എൻ്റെ പണം കൊടുത്ത് വാങ്ങിയത് ഞാൻ പാഴാക്കിയാൽ ആര് ചോദിക്കുവാനാണ് എന്നത്ര പലരുടെയും ഭാവം. അതാണ് മൂഢൻ. എന്നാൽ ഈ പാഴായി പോകുന്നതിൻ്റെ കാരണം മടിയാകുന്നു എന്ന് നിങ്ങൾ ഓർക്കാറുണ്ടോ? പാഴാക്കുന്നത് മോശമായ കാര്യവിചാരകത്വം കൊണ്ടാണ്. ഒരിക്കലും അങ്ങനെയുള്ളവർ ദൈവവചനത്തെ വിലപ്പെട്ടതായി കണ്ടിട്ടില്ല. ദൈവം താങ്കൾക്ക് തന്നിട്ടുള്ള സകലത്തെയും ഭംഗിയായി ഉപയോഗിക്കുവാൻ നാം പഠിക്കണം. അവയെ വിലയേറിയതെന്ന് കാണണം. ഇതൊക്കെ വിലപ്പെട്ട സമ്പത്താകുന്നു. വാസ്തവത്തിൽ ഈ തന്നിരിക്കുന്ന സമൃദ്ധി നമുക്കും മറ്റുള്ളവർക്കും അനുഗ്രഹത്തിന് കാരണമാകണം. അല്ലാതെ ഇതൊരു ശാപമാകുവാൻ പാടില്ല. ഇന്ന് കുഞ്ഞുങ്ങളെപ്പോലും ഈ കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കുവാൻ മാതാപിതാക്കൾക്ക് സമയമില്ല. പാഴാക്കുന്ന സമയം, പാഴാക്കുന്ന പണം, പാഴാക്കുന്ന ഇതുപോലെയുള്ള സമ്പത്ത്. ചിന്തിക്കൂ, ഇതൊന്നും എല്ലായ്പ്പോഴും ലഭിച്ചെന്ന് വരില്ല. 28-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നീതിയുടെ മാർഗത്തിൽ ജീവനുണ്ട്, അതിൻ്റെ പാതയിൽ മരണമില്ല. അനേകർക്കും മരണമെന്നാൽ തങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനത്തിലെ ഇരുണ്ട ഒരു വാതിലാകുന്നു. അറിയപ്പെടാത്തതും ഭയാനകവുമായ ഒരു അന്ത്യത്തിലേക്കുള്ള ഇടനാഴി. എന്നാൽ ദൈവജനത്തിന് മരണമെന്നാൽ പുതിയതും നല്ലതുമായ ഒരു ജീവിതത്തിലേക്കുള്ള പ്രകാശപൂർണമായ വാതിലാകുന്നു. അങ്ങനെയെങ്കിൽ നാം മരണത്തെ ഭയപ്പെടേണ്ടതില്ലല്ലോ. മരണത്തെ ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? നാം പ്രതീക്ഷിക്കുന്ന വേദന കൊണ്ടാണോ? പ്രിയപ്പെട്ടവരിൽ നിന്നുള്ള വേർപാട് ഓർത്താണോ? അറിയപ്പെടാത്ത ലോകത്തിലേക്ക് പോകേണ്ടി വരും എന്ന് ചിന്തിച്ചാണോ? ഈ പറഞ്ഞ ഭയങ്ങളെല്ലാം നേരിടുവാൻ ദൈവം നമ്മെ സഹായിക്കും. കർത്താവായ യേശുക്രിസ്തുവിനെ പിന്തുടരുവാൻ നാം ആരംഭിച്ചപ്പോൾ തുടങ്ങിയ നിത്യജീവൻ്റെ പാതയിലെ മറ്റൊരു കൽപ്പടവാണ് മരണം എന്ന് കർത്താവ് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. മരണം അവസാനമല്ല, നിത്യതയിലേക്കുള്ള ഒന്നാമത്തെ പടി മാത്രമാണ്. ദൈവപൈതലിന് അനുഗ്രഹീതമായ ഒരു മാർഗം തുറന്നിരിക്കുന്നു. കർത്താവിൻ്റെ വരവ് താമസിക്കുന്ന പക്ഷം നാം എല്ലാവരും ശാരീരികമായി മരിക്കും. ഇന്നേക്ക് 100 വർഷങ്ങൾക്ക് ശേഷം എന്നെ ശ്രദ്ധിക്കുന്ന ആരും, ഞാൻ ഉൾപ്പെടെ, ഈ ഭൂമുഖത്തുണ്ടായിരിക്കില്ല. എന്നാൽ നിത്യജീവൻ നമുക്കായിട്ടൊരുക്കിയിരിക്കുന്നു. ഒരു ദൈവപൈതലിൻ്റെ വലിയ പ്രത്യാശയാണത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കൾ മരണത്തെ ഭയപ്പെടുന്നുണ്ടോ? ആദ്യം ആ ഭയം കളയണം. അല്ല എങ്കിൽ ഉള്ള ജീവിതം പോലും ആസ്വദിക്കുവാൻ കഴിയില്ല. മരണം ഒരു ദൈവപൈതലിന് ഒരിക്കലും നഷ്ടമല്ല. അതുകൊണ്ടാണ് ദാവീദ് പാടിയത്, മരണനിഴലിൻ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല എന്ന്. എത്ര മനോഹരമായ ഉറപ്പല്ലേ! ഈ സത്യം അനുഭവിച്ച പൗലോസ് മരണത്തെ വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞത്, ഹേ മരണമേ, നിൻ്റെ ജയമെവിടെ? പാതാളമേ, നിൻ്റെ വിഷമുള്ളെവിടെ? ഇന്ന് അനേകരെയും വേട്ടയാടുന്ന ഭയങ്ങളിൽ പ്രധാനപ്പെട്ടത് മരണഭയമാകുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന താങ്കളെ ആ ഭയം ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എവിടേക്ക് പോകുന്നു എന്ന ഉറപ്പ് ഇതുവരെ ഇല്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഇന്ന് തന്നെ ആ ഭയം മാറിക്കിട്ടുവാൻ പ്രാർത്ഥിക്കണം. മാത്രമല്ല, എവിടേക്ക് പോകുന്നു എന്നുള്ള ഉറപ്പ് ഹൃദയത്തിൽ ഉണ്ടാകുവാൻ, സന്തോഷത്തോടുകൂടെ മരണത്തെ അഭിമുഖീകരിക്കുവാൻ കർത്താവായ യേശുക്രിസ്തുവിൽ താങ്കളായിത്തീരണം. തീർച്ചയായും മരണം ഭയാനകമാണ്. അതാരും ആഗ്രഹിക്കാത്ത ഒന്നാണ്. അതിൻ്റെ കാരണം വാസ്തവത്തിൽ മരണം വേർപാടാകുന്നു എന്നതാണ്. വേർപാട് ദുഃഖകരമാകുന്നത് നാം വിലപ്പെട്ടതായി കാണുന്നവയെ വിട്ടുപോകേണ്ടി വരുമ്പോഴാണ്. എന്നാൽ നാം കൂടുതൽ വിലപ്പെട്ടതായി കാണുന്നതിലേക്കാകുന്നു പോകുന്നതെങ്കിൽ തീർച്ചയായും താൽക്കാലികമായ വേർപാട് ദുഃഖകരമായിരിക്കുവാൻ സാധ്യതയില്ല. ഇവിടെ നാം വായിച്ചു, നീതിയുടെ മാർഗത്തിൽ ജീവനുണ്ട്, അതിൻ്റെ പാതയിൽ മരണമില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഈ വലിയ പ്രത്യാശയുണ്ടോ? ആ പ്രത്യാശയിൽ മുൻപോട്ട് പോകുവാൻ നിങ്ങളുടെ ജീവിതത്തെ യേശുവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അതിനുവേണ്ടി സമയമെടുത്താട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. നല്ല അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിൻ്റെ ഉടമകളാക്കി തീർക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. എത്ര അച്ചടക്കമുള്ളൊരു ജീവിതമാണ് ഒരു ദൈവവിശ്വാസിയിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. ക്രിസ്തു പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ
ജീവൻ്റെ വെളിച്ചമുള്ളവനാകും. ഭൂമിയുടെ ഉപ്പായിരിക്കുവാനും ലോകത്തിൻ്റെ വെളിച്ചമായിരിക്കുവാനുമാണ് ദൈവം തൻ്റെ മക്കളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ എന്ന് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു. ഇരുള് ലോകത്തെ മൂടിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ വെളിച്ചമായിരിക്കുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.